ഹർഷകനും പാരിയും ജീവിച്ചിരുന്നു. ഒരു ദിവസം ഹർഷകൻ ഭക്ഷണം തിന്നാൻ വീട്ടിലേക്ക് വന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തു നിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടും ആരുമില്ല എവിടെ. ഹർഷകൻ പാരിനടുത്ത് പറഞ്ഞു, നീ പോയി പുറത്താരാണ് ഉള്ളതെന്ന് നോക്കിട്ടു വാ. പാരി നോക്കിയപ്പോൾ 4 യുവാക്കൾ. ആരാണ് നിങ്ങൾ? എന്തിനു വന്നു? ഞങ്ങൾ ദൂരെ നിന്ന് വന്നാണ്. നമ്മളുടെ പേരാണ് സ്നേഹം, സമാധാനം, ഐശ്വര്യം, ധനം. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം, കൂടെ നല്ല ഭക്ഷണം. പക്ഷേ ഞങ്ങളെ ഒരാളെ വിളിക്കാൻ പാടുള്ളൂ. പാരി ഉള്ളിലേക്ക് ചെന്ന് ഹർഷകനടുത്ത് വിഷയെല്ലാം പന്തി വിളിച്ചാലോ, ഇഷ്ടപ്പെടാൻ പോയി കിട്ടല്ലോ. ഹർഷകൻ പറഞ്ഞു, വന്നത് സാധാരണക്കാരനല്ല, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നീ പോയി സ്നേഹത്തെ വിളിച്ചോണ്ടു വാ. പാരിക്ക് മനസ്സോടെ പോയി സ്നേഹത്തെ വിളിച്ചോണ്ടു വന്നു. പിന്നാലെ സമാധാനവും കേറി. ഇത് കണ്ടപ്പോ ഐശ്വര്യവും ഓടിക്കേറി. ജനം പറഞ്ഞു, ഇവർ 3 പേരുള്ളിലേക്ക് കയറിയപ്പോ ഞാനായിരുന്നു എന്ത് ചെയ്യാനാ? അങ്ങനെ ജനം മുകളിലേക്ക് കയറി. ഹർഷകൻ വലിയ പണക്കാരനായി സന്തോഷത്തോടെ ജീവിച്ചു. ദൈവമക്കളെ, ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? സ്നേഹം എവിടെ ഉണ്ടോ അവിടെ സമാധാനം, ഐശ്വര്യം, ധനം എല്ലാം ഉണ്ടാകും. അപ്പം നമ്മൾ എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കണം. നമുക്ക് കർത്താവായ യേശു നമ്മെ സ്നേഹിച്ചത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഈ കാലോട്ട് നമുക്കാർക്ക് വന്നു. ആകിയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിർത്തുന്നു. ഇത് വലിയതോ സ്നേഹം തന്നെ. 1 Corinthians 13:13